ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലിയർ ടിപ്സ് മീഡിയ. വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ എന്തെല്ലാമാണ് ആ ഗുണങ്ങൾ എന്നറിയാമോ? ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടാൻ നല്ലൊരു മോട്ടിവേഷൻ ആകും. അപ്പോൾ എന്തൊക്കെയാണ് ആ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. നമ്പർ 1, നമുക്കുണ്ടാകുന്ന മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ ഇതെല്ലാം നല്ലവണ്ണം വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറയുന്നതായി കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ചില ദിവസങ്ങളിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടാവാം. അന്ന് കാലിന് വേദന തോന്നാറില്ലായിരിക്കാം. എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ കാലിന് വേദന തോന്നാം. പ്രത്യേകിച്ച് നിന്നും നടന്നും ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അതായത് നേഴ്സസ്, കടകളിൽ ജോലി ചെയ്യുന്നവർ, അവരൊക്കെ ശ്രദ്ധിച്ചാൽ ഈ വ്യത്യാസം മനസ്സിലാകും. നമ്പർ 2, നിങ്ങളുടെ കണ്ണ് ഡ്രൈ ആവാറുണ്ടോ? അതിനുവേണ്ടി ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഐ ഡ്രോപ്സിനേക്കാൾ ഫലം തരുന്ന ഒന്നാണ് ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ. എസ്പെഷ്യലി കമ്പ്യൂട്ടറിന് മുൻപിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് കണ്ണ് ഡ്രൈ ആവാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ വാട്ടറാണ്. നമ്പർ 3, ക്ഷീണം കുറയാൻ ധാരാളമായി വെള്ളം കുടിക്കുക. ശരീരത്തിൽ മുഴുവൻ ഓക്സിജൻ ധാരാളമായി എത്തിക്കുവാൻ വെള്ളം ആവശ്യമാണ്. കാരണം നമ്മുടെ ബ്ലഡിൻ്റെ 90% വെള്ളമായതുകൊണ്ട് തന്നെ ഇത് ക്ഷീണം മാറുവാൻ നമ്മളെ സഹായിക്കും. നമ്പർ 4, നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആകുന്ന പ്രോബ്ലം ഉണ്ടോ? മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ചിട്ടും സ്കിൻ ഡ്രൈ ആയി ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടോ? നല്ല യങ് ആൻഡ് ഷൈനി ആയ സ്കിന്നിന് വേണം ധാരാളം വെള്ളം. നമ്പർ 5, ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ കഴിയും, ചിന്തിക്കാനും കാര്യങ്ങളെ വേണ്ടവിധം മനസ്സിലാക്കാനും അതിനോട് വേണ്ടവിധം റിയാക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നാറില്ലേ? തല വർക്ക് ചെയ്യാത്ത പോലെ തോന്നാറുണ്ടോ? ഒരു മെൻ്റൽ ടയേർഡ്നെസ്, പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ വരിക, ജോലിയിലുള്ള പെർഫോമൻസ് ഒന്ന് കുറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഡീഹൈഡ്രേഷൻ ആവാം. കൂടുതൽ സ്മാർട്ടായി പെർഫോം ചെയ്യുന്നതിനും വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്പർ 6, ദഹന പ്രക്രിയകൾ നന്നായി നടക്കാൻ വെള്ളം ആവശ്യമാണ്. കോൺസ്റ്റിപ്പേഷൻ, ഹാർട്ട് ബേൺ, സ്റ്റൊമക് അൾസേഴ്സ് എന്നിവ കുറയ്ക്കുവാൻ വെള്ളം ആവശ്യത്തിന് കുടിക്കേണ്ടതാണ്. നമ്പർ 7, ബ്ലഡ് പ്രഷർ കുറയുന്ന അവസ്ഥയുണ്ടാവാറുണ്ടോ? എന്നാൽ തീർച്ചയായും ധാരാളം വെള്ളം കുടിക്കണം. ഇത് ബ്ലഡ് പ്രഷർ കുറയാതിരിക്കാൻ സഹായിക്കും. നമ്പർ 8, നിങ്ങൾക്ക് ആസ്മയും ശ്വാസകോശ സംബന്ധമായ അലർജീസും ഉണ്ടോ? എങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ നോക്കണം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെടാതെ ഇരിക്കാൻ ശ്വാസനാളങ്ങൾ ചുരുങ്ങും. ഇത് ആസ്മയുടെയും അലർജിയുടെയും സിംറ്റംസ് വേഴ്സ് ആകുവാൻ കാരണമാകും. മാത്രമല്ല, ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻസ് ഡ്രൈ ആകും. അപ്പോൾ പൊടി, പോളൻ പോലുള്ള അലർജി ഉണ്ടാക്കുന്ന അലർജൻസിനോട് കൂടുതൽ സെൻസിറ്റീവ് ആവുകയും തുമ്മൽ, ചുമ, തൊണ്ടവേദന തുടങ്ങിയ അലർജിയുടെ ലക്ഷണങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് വിൻ്റർ സീസണിൽ അലർജീസ് കൂടുതലായി കാണുന്നത്. കാരണം വിൻ്റർ സീസണിൽ എയർ ഡ്രൈ ആയതുകൊണ്ട് നമ്മുടെ ശരീരം കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. എന്നാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുകയുമില്ല. ഇത് വിൻ്റർ അലർജീസ്, ഹെയ് ഫീവർ ഇതൊക്കെ കൂടുവാൻ കാരണമാവുന്നു. നമ്പർ 9, നമ്മളുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പോഷകങ്ങളും ധാതുലവണങ്ങളും ശരീരത്തിൻ്റെ എല്ലാ പാർട്സിലും എത്തുന്നതിനും ധാരാളമായി വെള്ളം കുടിക്കണം. കാരണം മിനറൽസും ന്യൂട്രിയൻസും വെള്ളത്തിൽ അലിഞ്ഞ ശേഷമാണ് ശരീരത്തിലെ കോശങ്ങളിലേക്ക് എത്തേണ്ടത്. നമ്പർ 10, കിഡ്നിയുടെ പ്രവർത്തനം സാധാരണ നിലയിൽ തുടരുവാൻ വെള്ളം അത്യാവശ്യമാണ്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ടാവാൻ കാരണമാകും. അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. പിന്നെ ഓർത്തോയുടെയും ന്യൂറോയുടെയും ഒക്കെ മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ധാരാളമായി കുടിക്കണം. കാരണം ഈ മരുന്നുകൾ കിഡ്നിയെ ബാധിക്കുന്നവയാണ്. നമ്പർ 11, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നവരാണോ? അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാടുള്ള ജോലി ചെയ്യുന്നവരാണോ? എങ്കിൽ ഉറപ്പായി നന്നായി വെള്ളം കുടിച്ചോളൂ. നിങ്ങളുടെ പെർഫോമൻസിനെ നന്നാക്കാൻ വെള്ളം ആവശ്യമാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീരത്തിന് വേഗം ക്ഷീണം അനുഭവപ്പെടുകയും അത് പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും. നമ്പർ 12, ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ സ്വീറ്റ് ഡ്രിങ്ക്സ്, ഫിസി ഡ്രിങ്ക്സ്, ജ്യൂസസ് അങ്ങനെയുള്ള മധുരമുള്ള പാനീയങ്ങൾ ഒഴിവാക്കി പകരം കലോറി ഒട്ടുമില്ലാത്ത ശുദ്ധമായ വെള്ളം കുടിക്കുക. ശരീരഭാരം കുറയ്ക്കുന്നതിൽ ഇതിന് തീർച്ചയായും ഒരു പങ്ക് വഹിക്കാൻ കഴിയും. നമ്പർ 13, നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ ആൽക്കഹോൾ കുടിക്കുന്നതിൻ്റെ കൂടെ ഐസും ലെമണും ഇട്ട് വെള്ളം കുടിക്കുക. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോളിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ആൽക്കഹോൾ കുടിക്കുന്നതിൻ്റെ കൂടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആൽക്കഹോളിൻ്റെ ശരീരത്തിലേക്കുള്ള അബ്സോർപ്ഷൻ കൂട്ടാൻ കാരണമാകും. നമ്പർ 14,
തലവേദന, മൈഗ്രെയിൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണോ? ഇതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കണമെങ്കിൽ വെള്ളം ധാരാളമായി കുടിച്ചാൽ മതി. ഇനി എത്രമാത്രം വെള്ളം ഒരു ദിവസം കുടിക്കണം എന്നത് ഒരാളുടെ പ്രായം, സെക്സ്, ആക്ടിവിറ്റി ലെവൽസ് അങ്ങനെ പലതിനെയും അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസം വരാം. ചില രോഗങ്ങളുള്ളവരിൽ അധികം വെള്ളം കുടിക്കരുത് എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ടാകും. 2 ഉദാഹരണങ്ങളാണ് കിഡ്നി ഫെയിലിയറും ഹാർട്ട് ഫെയിലിയറും. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അളവ് കൃത്യമായി പാലിച്ച് അത്രയും വെള്ളം മാത്രമേ കുടിക്കാവൂ. എന്നാൽ സാധാരണ അവസ്ഥയിലാണെങ്കിൽ ഒരാൾ 2.5 ലിറ്റർ മുതൽ 3.5 ലിറ്റർ വരെ വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത്. ഇനി കുട്ടികളാണെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ബോയ്സ് ആണെങ്കിൽ 4 to 8 ഇയേഴ്സ് വരെ 1.1 to 1.3 ലിറ്റേഴ്സ് പെർ ഡേ, 9 to 13 ഇയേഴ്സ് വരെ 1.5 to 1.7 ലിറ്റേഴ്സ് പെർ ഡേ. ഇനി 14 വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ 1.75 to 2 ലിറ്റേഴ്സ് പെർ ഡേ ആണ്. ഗേൾസിൻ്റെ കാര്യമെടുത്താൽ 4 to 8 ഇയേഴ്സിൽ 1.1 to 1.3 ലിറ്റേഴ്സ് ആണ്. 9 to 13 ഇയേഴ്സ് ഓൾഡിൽ 1.3 to 1.5 ലിറ്റേഴ്സ് ആണ്. ഇനി 14 വയസ്സിൽ കൂടുതലാണെങ്കിൽ 1.4 to 1.6 ലിറ്റേഴ്സ് പെർ ഡേ കുടിച്ചിരിക്കണം. ഇനി ഇതിനു പുറമെ ചില സാഹചര്യങ്ങളിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതാണ്. അതൊന്ന്, നമ്മൾക്ക് പനി വരുമ്പോൾ. 2, ചൂടുള്ളതോ വരണ്ടതോ ആയ കാലാവസ്ഥ ഉള്ളപ്പോൾ. നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് സൂര്യാഘാതവും പൊള്ളലും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇത് തടയാൻ നമ്മൾ ധാരാളമായി വെള്ളം കുടിച്ച് ശരീരത്തെ വെൽ ഹൈഡ്രേറ്റഡ് ആയി വെക്കേണ്ടതുണ്ട്. അധികം വെള്ളം കുടിക്കാത്തവരിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. 3ാമതായി ഡയറിയയും വൊമിറ്റിങ്ങും ഉള്ളപ്പോൾ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. 4ാമതായി ശാരീരിക അധ്വാനം മൂലം ഒരുപാട് വിയർക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അപ്പോഴും കൂടുതൽ വെള്ളം കുടിക്കണം. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത്രയും വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറ്റുന്നത്? പലപ്പോഴും നമ്മൾ വീട്ടിലാണെങ്കിൽ രാവിലെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ പിന്നെ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വീണ്ടും വെള്ളം കുടിക്കുക. ദാഹിച്ചില്ലെങ്കിൽ കുടിക്കത്തുമില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, വീട്ടിലാണെങ്കിൽ പോലും നമ്മൾക്ക് സ്വന്തമായി ഒരു വാട്ടർ ബോട്ടിൽ വേണം. അത് 1 ലിറ്ററിൻ്റെ ആവുന്നതാണ് നല്ലത്. അത് ഫില്ല് ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കുടിക്കുന്നത് ഒരു ശീലമാക്കുക. വെള്ളം കയ്യെത്തും ദൂരത്ത് ഉള്ളത് കൊണ്ട് തന്നെ അതെടുത്ത് കുടിക്കാൻ ഒരു മടി തോന്നത്തില്ല. അങ്ങനെയാകുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു ദിവസം ഒരു 2.5 ലിറ്റർ വെള്ളം മിനിമം കുടിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് തന്നെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചോളൂ. എല്ലാ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിച്ചോളൂ. ശരീരവേദനയും തലവേദനയും ക്ഷീണവും ഡ്രൈ സ്കിന്നും ഡ്രൈ ഐസും അങ്ങനെ പലവിധ അസുഖങ്ങൾ പമ്പ കിടക്കുന്നത് കണ്ടോളൂ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ബൈ.